എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു സെലിബ്രിറ്റിക്കെതിരെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും കൂടി കയറും എടുത്തിട്ട് അല്ലെങ്കിൽ വണ്ടിയും എടുത്തിട്ട് നേരെ ആ സെലിബ്രിറ്റീൻ്റെ അടുത്തോട്ട് പോയി ചീത്ത വിളിയാണ്. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേളിയും മാണിയും മരീന മൈക്കിളും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതായത് മെറീന മൈക്കിളുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്താൻ പേളി മാണി വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2017 കാലഘട്ടത്തിൽ വിസമ്മതിച്ചിരുന്നു. അതായത് മെറീന ആണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നോ പറഞ്ഞില്ല എന്നോ അത് അങ്ങനെ പറഞ്ഞ പോലെ കളിച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മെറീന കഴിഞ്ഞ ദിവസമോ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. പേരൊന്നും പറഞ്ഞിട്ടില്ല, പേളി മാണിയാണെന്നുള്ള പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് പേളി മാണിയാണ് എന്നുള്ള രീതിയിലാണ് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോഴത്തേക്കും മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേളി മാണിക്കെതിരായി ആളുകൾ തിരിഞ്ഞു. ആളുകൾ പോയിട്ട് ചീത്ത വിളി തുടങ്ങി. അവസാനം ഗതികെട്ട് പേളി മാണി ഇന്നലെ വന്നിട്ട് എന്തോ ഒരു കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഞാനല്ല അതിൻ്റെ ഉത്തരവാദി, അത് ഷോ നടത്തുന്ന പ്രൊഡ്യൂസറുടെ ആയിട്ടുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് ഈ പറയുന്ന കുട്ടിയായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ലയെന്ന് പേളി മാണി പറഞ്ഞു. അപ്പോൾ ഇതൊന്നും കേട്ടിട്ടും ഓഡിയൻസിന് ഇതൊന്നും അത്ര ദഹിച്ചില്ല. അല്ല, ഇത് മറീന പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുള്ള രീതിയിൽ പേളിക്കെതിരെ വാളും എടുത്തിട്ട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പേളിമാണി നല്ലതാണോ മോശമാണോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേളിമാണി നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കലും പറയാൻ നിൽക്കില്ല. കാരണം വെച്ചാൽ എനിക്ക് പേളിമാണി പേഴ്സണലായിട്ട് ഒന്നും അറിയില്ല. ആകെ അറിയുക എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 1 അകത്ത് വന്ന സമയത്തുള്ള പേളിമാണിനാണ്. ആ സമയത്ത് പേളിമാണി വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ പേളിമാണി ഭയങ്കര കൂളാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സോഫ്റ്റാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്തെ ബിഗ് ബോസിൻ്റെ ഉള്ളിലെ പേളിമാണി എന്ന് പറയുന്നത് രഞ്ജിനിയുമായിട്ട് അടിയുണ്ടായിരുന്നു, സാബുമോനുമായിട്ട് അടിയുണ്ടായിരുന്നു, ശ്വേതാമേനോനുമായിട്ട് അടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് അടികളും അല്ലെങ്കിൽ സൗഹൃദങ്ങളും അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ് കാണിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു പേളിമാണി എന്നുള്ളത് സീസൺ 1. ഓക്കെ, അതുകൊണ്ട് തന്നെ പേളിമാണിക്ക് ദേഷ്യം വരില്ല. പേളിമാണി ഒരു മോട്ടിവേറ്ററാണ്, അതുകൊണ്ട് നല്ല കൂളാണ് അല്ലെങ്കിൽ പാവമാണ്, ഭയങ്കര തമാശക്കാരിയാണ്, അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കത് തോന്നുന്നില്ല. പിന്നെ പേഴ്സണലായിട്ട് എനിക്കറിയാൻ പാടില്ല. ആകെ ഇവരുടെ ഈ അരമണിക്കൂറുള്ള വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഈ പറയുന്ന പേളിമാണീനെ അറിയുന്നത്. ഓക്കെ, പിന്നെ പേളിമാണീനെ അറിയുന്നവർ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് അറിയുന്നതാണോ അതോ വെറുതെ വന്ന് പറയുന്നതാണോ എന്നറിയില്ല. പേളിമാണി ഫേക്കാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു. ഓക്കെ, ബിഗ് ബോസ് സീസൺ 1 ഞാൻ കണ്ട പേളിമാണി എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള, അതായത് നമ്മളെപ്പോലെയൊക്കെ തന്നെ ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും, പിന്നെ സങ്കടം വരുമ്പോൾ കരയും, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഉഡായിപ്പ് കാണിക്കും, കള്ളം പറയും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പേളിമാണീനാണ് സീസൺ 1 ഞാൻ കണ്ടത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ സ്വഭാവമെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. കാരണം ഫുൾ മോട്ടിവേഷൻ മാത്രമായിരുന്നു പേളിമാണി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പേളിമാണീനെ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയതാണ്. അതായത് സീസൺ 1 അകത്ത് ശ്രീനിഷുമായിട്ട് ഒരു ലവ് കോംബോ ആയിരുന്നു. ഓക്കെ, ആ പേളിമാണി അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു ഇത് വെറും ഒരു ഗെയിമിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും പേളിമാണിയും ശ്രീനിഷും ഒന്നായി. അത് കണ്ടതോടുകൂടി ഈ പറയുന്ന പേളിമാണീനെ എതിരായിട്ട് പറഞ്ഞവർ വരെ പേളിമാണീനെ ഭയങ്കരമായിട്ട് പൊക്കിയടിച്ചു. പേളിമാണിക്ക് ഒരുപാട് ഫാൻസായി. പിന്നെ പേളിമാണീൻ്റെ ഒരു വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചളി വാരി എറിയുക, കോമഡി ആക്കുക. അതായത് ഇതൊക്കെ ചിലപ്പം വേണേൽ ക്യാമറേൻ്റെ മുമ്പിലുള്ള പരിപാടി ആയിരിക്കാം, എന്നിരുന്നാൽ പോലും ഇതൊക്കെയാണ് ആളുകളെ പേളിമാണിയിലേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് അവർക്ക് 2 കുട്ടികളുണ്ടായി. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ പേളിമാണീനെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും കുറച്ച് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന പ്രമുഖ നടി അല്ലെങ്കിൽ മെറീന മൈക്കിൾ എന്ന് പറയുന്നുള്ള നടി പണ്ടെപ്പോഴോ നടന്നൊരു കാര്യവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം വന്നിട്ട് അത് പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഈ പറയുന്ന മെറീന മൈക്കിള് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വിവി ആയിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭാഷണത്തിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് സംസാരിക്കാം, ഒന്ന് കേട്ടു നോക്കാം. ഒന്നാമത് ഞാനേ
എടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്, എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചിട്ട് സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് വെച്ചാൽ ആള് ഞാനിത് ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിൻ്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാർക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ അവളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എൻ്റെ കല്യാണം അങ്ങനെ വലിയ വലിയൊന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി, എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല, അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവർ തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സ് ചെയ്തൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. ശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല, ശ്രീകണ്ഠൻ സാറായിട്ട് ഒരു പ്രശ്നമില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ആണല്ലേ, ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു, ഐ ഡോണ്ട് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ ഞാൻ ഇന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സൺ അടുത്ത് ഒരു മീഡിയയിൽ ഒരു ക്യാമറ മുമ്പിലൊന്നും ഇന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫർദർ ഡിസ്കസ് ചെയ്യേണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പം എല്ലാവരും പ്രായം ഒക്കെ മാറി, ഷീ വാസ് ഇൻ 20s നടക്കുമ്പോൾ, അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പോൾ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് എ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാ. അപ്പോൾ ഇതിൽ മെറീന പറയുന്നത് പേളിയായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് മെറീന പറയുന്നതെങ്കിലും പിന്നെ എന്തിനാണ് 2017 നടന്ന സംഭവം തന്നെ വെച്ചുകൊണ്ട് ഇപ്പം വന്നിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്? എന്നിട്ട് ഇപ്പം വീണ്ടും ഈ പറയുന്ന വിവീനെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചാണോ അതോ വോയിസ് അയച്ചാണോ എന്താണെന്ന് അറിയില്ല, അപ്പോഴും പറയുന്നത് എനിക്കിത് ആളുകളുമായിട്ട് പറയാനൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആരുമായിട്ട് പറയാത്തത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കാത്തത്. ഇതിപ്പം വോയിസ് അയച്ചു കൊടുത്തു, അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇട്ട്, അപ്പോൾ എന്തായാലും 4 ആൾ അറിയുമെന്നറിയാമല്ലോ. എനിക്ക് തോന്നുന്നത് 2017 നടന്ന സംഭവത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജില്ലേ, അതിപ്പോഴും പറയുന്ന നമ്മുടെ മെറീന മൈക്കിളാണ് മനസ്സിൽ കൊണ്ടേ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന മെറീനേനെ കല്യാണം ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എത്രയോ പേരെ കല്യാണം വിളിക്കാണ്ടിരിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ മെറീന വേണേൽ ഒഴിവാക്കാം. പക്ഷേ കല്യാണം വിളിച്ചിട്ടുണ്ട്, ആ കല്യാണം വിളിച്ചത് പോലും ഇങ്ങനെ വിളിച്ചതാണ് എന്നാണ് മെറീന പറയുന്നത്. അതിപ്പോൾ എങ്ങനെ വേണേലും വിളിച്ചോ. ഇപ്പം നിങ്ങളെ വിളിക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ വിളിച്ച് നിങ്ങൾ കല്യാണത്തിന് പോയി കല്യാണം പങ്കെടുക്കുകയും ചെയ്തു. എന്നിട്ട് പറയുന്നു അവർക്ക് എന്നോടാണ് ഗ്രഡ്ജ് എന്ന്. എനിക്ക് ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മെറീനയ്ക്കാണ് പേളിനോട് എന്തോ ഒരു ദേഷ്യമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം വന്നിട്ട് ഇത് പറയുന്നത്. പേളി അത്ര നല്ല ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരണ്ട, ഞാൻ പേളി നല്ലതാണെന്നല്ല പറയുന്നത്. ഈ ഒരു കേസിൽ മെറീന കുറച്ച് ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, കാരണം ഇപ്പോൾ പേളീനെ പോയി ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ സംസാരിക്കുമല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നും. അല്ല പിന്നെ അയ്യോ എനിക്ക് പബ്ലിക്കിൽ ഇതൊന്നും വന്ന് പറയാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വോയിസ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയുക. എന്തായാലും 4 ആൾ ഈ സംഭവം അറിയും എന്നുള്ള കാര്യം മെറീനയ്ക്ക് അറിയാം. പേളി മാണി
നല്ല കുട്ടിയാണോ മോശം കുട്ടിയാണോ എന്നൊന്നും പറയാൻ നമ്മളാളല്ല. ചിലപ്പോൾ പേളിമണീൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ചിലപ്പോൾ പേളിമണി ഇതൊക്കെ സംഭവം മറന്നേ പോയിട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പം വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം വേണം പേളിമണി അവരെ നീ ഇപ്പോഴും ഈ സാധനം കൊണ്ട് വന്നിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ വേണം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എന്തും ആയിക്കോട്ടെ, സംഭവം ഈ ഒരു കേസിൽ മെറീനയാണ് സംഭവം കുറച്ച് ഓവറാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ പേളി ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണോ അല്ലെങ്കിൽ പേളിക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണോ എന്ന് വിചാരിക്കേണ്ട. കാരണം പേളീൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സ്വഭാവവും എനിക്കറിയാൻ പാടില്ല. ആകെ ബിഗ് ബോസിലുണ്ടായിരുന്ന പേളീനെ മാത്രമേ എനിക്കറിയൂ. പിന്നെ ഉള്ളത് ഈ പറയുന്ന 10 മിനിറ്റ് 20 മിനിറ്റുള്ള വീഡിയോ പേളിമാണിൻ്റെ ചാനലിൽ വരുന്നത്. അത് കണ്ടിട്ട് ഒരിക്കലും ഞാൻ പേളീനെ ഇതാണ് പേളീൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുമില്ല. കാരണം നമുക്കറിയാം ക്യാമറേൻ്റെ മുമ്പിൽ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് ഓവറായിട്ട് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുക അല്ലെങ്കിൽ കുറച്ച് ചളി അടിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേളിമാണിക്ക് ഫാൻസ് കൂടുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും അവർ പെർഫോം ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ പേളിമാണി നല്ല കുട്ടിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന മെറീന ഈ ഒരു കേസുമായിട്ട് വന്നത് എന്തായാലും വെറുതെ ഇരുന്നപ്പം മനസ്സിൽ എങ്ങനെ പഴയ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കരുതിക്കൂട്ടി തന്നെ ചിലപ്പം കുറച്ച് ആളുകളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഇട്ടതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?